13 വയസ്സുകാരുടെ വ്യാജ പീഡന പരാതിയിൽ കസ്റ്റഡിയിലെടുത്ത യുവാവിനെ പോലീസ് ക്രൂരമായി മർദ്ദിച്ചെന്ന് പരാതി. കാലിൽ ബൂട്ടിട്ട് ചവിട്ടി വരച്ചെന്നും മുടിയിൽ പിടിച്ചു വലിച്ചെന്നും യുവാവ് പറയുന്നു. ബൈപ്പാസ് ശസ്ത്രക്രിയ കഴിഞ്ഞ ആളാണെന്ന് പറഞ്ഞിട്ടും പോലീസ് ഉപദ്രവിച്ചെന്നും ആരോപണം. സംഭവത്തിൽ പ്രതിഷേധിച്ച് ഇന്ന് CPM-ന്റെയും DYFIയുടെയും നേതൃത്വത്തിൽ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തും. ശശിനാരായണനുണ്ട് വിശദാംശങ്ങളുമായി. ശശിനാരായണൻ, നമ്മൾ ആദ്യം കണ്ട കേസല്ല, പിന്നെ മൊഴി മാറ്റി പറയുന്നു. പോലീസിന് ഒരു ക്ലൂവില്ലാതെ തിരിയുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. പെൺകുട്ടിയുടെ മൊഴിമാറ്റം വല്ലാത്ത രീതിയിൽ പോലീസിനെ കുഴപ്പിക്കുകയും ചെയ്തു. അതിനിടയിലാണ് പോലീസിനെതിരെ ഇപ്പോൾ ഒരു പരാതിയുമായിട്ടും ഈ യുവാവ് രംഗത്തെത്തുന്നത്. ക്രൂരമായി ആക്രമിച്ചു എന്ന് പറയുമ്പോൾ ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ എങ്ങനെയാണ് പോകുന്നത്? പോലീസിനെതിരെ പരാതി രജിസ്റ്റർ ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ? ഈ മാർച്ചുമായി ബന്ധപ്പെട്ടുള്ള വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായിട്ടും ഈ കേസുമായി ബന്ധപ്പെട്ട പോലീസിനെതിരെ വലിയ രീതിയിലുള്ള പരാതിയാണ് ഉയർന്നത്. അത് ഈ പെൺകുട്ടി വ്യാജ പരാതിയാണെന്ന് തെളിഞ്ഞതിന് പിന്നാലെയാണ് ഈ യുവാവ്, അതായത് അന്ന് അറസ്റ്റ് ചെയ്ത് അന്ന് കസ്റ്റഡിയിലെടുത്ത യുവാവാണ് ഈ പോലീസ് ക്രൂരമായി മർദ്ദിച്ചെന്നുള്ള പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ബൈപ്പാസ് കഴിഞ്ഞ യുവാവാണ്. 3-ാം തീയതി വൈകിട്ടാണ് മസ്തിയിൽ പോലീസ് വീട്ടിലെത്തിയതിനു ശേഷം യുവാവിനെ പിടിച്ചുകൊണ്ട് SI അടക്കമുള്ള കൂടൽ പോലീസ് സ്റ്റേഷനിലെ SIയും പോലീസുകാരും അടക്കമുള്ള സംഘം വാഹനത്തിൽ കൊണ്ടുപോയി ക്രൂരമായി മർദ്ദിച്ചെന്നുള്ള പരാതി വരുന്നത്. അതുപോലെ തന്നെ ബൂട്ടിട്ട കാലിലെ ഇതുകൊണ്ട് പുറത്ത് ചവിട്ടുകയും അതുപോലെ തന്നെ വിരലുകൾ ചവിട്ടി ഒടിക്കുകയും കൈക്കും ചെവിക്കും പരിക്കേൽക്കുകയും ചെയ്തു. ബൈപ്പാസ് കഴിഞ്ഞ യുവാവാണ്. താൻ ബൈപ്പാസ് ആണ് കഴിഞ്ഞ യുവാവാണെന്നും ഹൃദയ സംബന്ധമായ അസുഖമുണ്ടെന്നും പറഞ്ഞിട്ടും പോലീസ് ക്രൂരമായി തന്നെ മർദ്ദിച്ചു എന്നാണ് യുവാവിന്റെ പരാതി. അതുകൊണ്ട് തന്നെ അത് കൃത്യമായി ആ പരാതി ആഭ്യന്തര വകുപ്പ് മന്ത്രിക്കും മുഖ്യമന്ത്രിക്കും അടക്കം മനുഷ്യാവകാശ കമ്മീഷൻ അടക്കം പരാതി നൽകിയിട്ടുണ്ട്. എന്തായാലും ഈ കേസ് വലിയ വിവാദമായതോടെ ഈ മർദ്ദന വിവരം പുറത്തു വന്നതോടുകൂടി തന്നെ വലിയ പ്രതിഷേധമാണ് ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ CPI-യുടെയും CPM-ന്റെയും നേതൃത്വത്തിൽ നിന്ന് DYFI-യുടെയും CPM-ന്റെയും നേതൃത്വത്തിലുള്ള പ്രതിഷേധ മാർച്ച് കൂടുതൽ പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു 12 മണിയോടുകൂടി ഇന്നുണ്ടാവും. എന്തായാലും ഇത് സംബന്ധിച്ചൊരു വിശദമായ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടാണ് കുടുംബവും ഇപ്പോൾ രംഗത്തെത്തിയിട്ടുണ്ട്. ഈ പെൺകുട്ടിയുടെ പരാതി ലഭിച്ച ഉടനെ പോലീസ് തിടുക്കത്തിൽ കാണിച്ച കാര്യങ്ങളാണ് ഇത്തരം ഒരു വിനയായി മാറിയതെന്നും പറയുന്നുണ്ട്. അതേസമയം ഈ കേസ് പിൻവലിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളും പോലീസ് ഇപ്പോൾ കോടതിയെ സമീപിച്ചിട്ടുണ്ട്. പിൻവലിക്കാനുള്ള നടപടികളാണ്. തെളിഞ്ഞതാണ് പെൺകുട്ടി പീഡനത്തിന് ഇരയായിട്ടില്ല എന്നുള്ളത്. അതിനിടയിലാണ് ഈ വ്യക്തിയെ പോലീസിന്റെ ആക്രമണത്തിന് ഇരയായത്. ബൂട്ടിട്ട കാലുകൊണ്ടും ലാത്തി കൊണ്ടും ഒക്കെ അടിച്ചെന്നൊക്കെയാണ് പരാതിയിൽ പറയുന്നത്. ശശിനാരായണനാണ് വിശദാംശങ്ങൾ നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.